ഈ രണ്ട് പല്ലുകളും കൂടെ ഊരി മാറ്റിയ ശേഷമാണ് ഞാൻ ആ പടത്തിൽ ഡബ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. എൻ്റെ പല്ലുകളൊന്നും വെച്ചിട്ടില്ല. എന്റെ ബോസ് ഈ പ്രശ്നങ്ങൾ കണ്ടല്ലോ, നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ്. ആസിഫ് മിക്ക പടത്തിൽ എന്നെ കോപ്പി അടിച്ചിട്ടാണ് അഭിനയിക്കണം. നിനക്ക് മുമ്പ് സിനിമ വന്ന ആളാണ്. അല്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ സിനിമകള് ഞാൻ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആസിഫ് എന്നെ കോപ്പി അടിച്ചിട്ടാണ്. ഏതില്? നിങ്ങൾ അഡിയോ അമിഗോസ് എന്ന സിനിമ കണ്ട നമ്മുടെ സൂര്യാജേട്ടനൊക്കെ ഉള്ള കണ്ടതാണ്. അപ്പൊ ആ പടത്തില് നമ്മുടെ ആസിഫ് എന്നെ കോപ്പി അടിച്ചിട്ടുണ്ട്. അതിപ്പോ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആസിഫ്ക്കയുടെ സൗണ്ട് തന്നെ ഇരിക്കുമ്പോ സൗണ്ട് കേൾക്കുമ്പോ മനസ്സിലാവും. എന്റെ ബോസ് ഈ പ്രശ്നങ്ങൾ കണ്ടല്ലോ, നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ്. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലുണ്ടല്ല, കാറ്റ് കല്ലിലടിക്കണ പോലെ ഭീങ്കര നിക്കണം. കണ്ടില്ലേ, ഇത് ഞാൻ തണ്ണീർമത്തൻ തിരിങ്ങളിട്ട് അതേ മോഡുലേഷൻ ആണ്. ഞാൻ പറഞ്ഞ എന്ത് പണ്ടാരാണവൻ, ഒരുമാതിരി ജാടേ ചെന്ന വഴിക്കൊരു പഞ്ച് ഡയലോഗും. അന്ന് ആസിഫ്ക്ക മറ്റേ ഡയലോഗ് കൂടെ പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്, നിനക്ക് എന്നെക്കാളും നല്ല സിനിമ കിട്ടൂന്ന്. താങ്ക് യു സോ മച്ച്. സൂപ്പർ. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിമിക്രി ചെയ്ത പിന്നെയാണ് നമുക്ക് ഡബ്ബിങ്ങിൽ കുറേ അവസരങ്ങൾ കിട്ടിയത്. ഇപ്പോൾ ഈ അടുത്ത് കുറേ സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു. നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ നമ്മുടെ ഹരീഷ് പേങ്ങൻ ചേട്ടന് ശബ്ദം ഞാനാണ് കൊടുത്തത്. അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം അറിയില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് ഇരിക്കുന്ന സമയം നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തതിൻ്റെ ഡയറക്ടറെ വിളിച്ചു, എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരണം, വേറെ ആരുമില്ല. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം അറിയില്ല. അപ്പോൾ എനിക്ക് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ എന്താ ഒരു ഐഡിയ എന്നറിയാതെ, ആളുടെ ആ മോഡുലേഷൻ മാത്രം അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. എൻ്റെ പല്ലുകളൊന്നും വെച്ചിട്ടില്ല. അത് ഞാൻ പറയാം. അത് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഇപ്പം ഈ കാണുന്നതെല്ലാം റീകൺസ്ട്രക്റ്റഡ് ആണ്. ഞാൻ ആ സമയത്ത് വീട്ടിൽ പോയി കണ്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ആ ഇരിക്കുന്നതൊക്കെ അപ്പോൾ പല്ലുകളാണ്. സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ഒരു ഐഡിയ തോന്നി. നമ്മൾ ഈ രണ്ട് പല്ലുകളും കൂടെ ഊരി മാറ്റിയ ശേഷമാണ് ഞാൻ ആ പടത്തിൽ ഡബ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ ഈ സൗണ്ട് ഇപ്പോൾ ഹരീഷ് പേങ്ങൻ ചേട്ടൻ്റെ തിരിച്ചറിയാത്തവർക്ക് ഫോട്ടോ ഒന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഹരീഷ് പേങ്ങൻ ചേട്ടൻ. ഇപ്പോൾ ഈ ചേട്ടൻ്റെ ശബ്ദം ഞാൻ പല്ല് ഊരി വെച്ചേട്ടൻ എൻ്റെ സൗണ്ടിൽ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹരീഷ് പേങ്ങൻ ചേട്ടൻ്റെ സൗണ്ട് ഇതിങ്ങനെയാണ്. എട സാബു കുളം പിടിക്കാത്തവനെ എന്നറിയാൻ മണ്ടനല്ല ഞാൻ കുഞ്ഞുമോൻ. അപ്പൊ സെറ്റ് എൻ്റെ അമ്മയോട് വായിപ്പില്ല, അപ്പൊ സെറ്റ്. താങ്ക് യു. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഹരീഷ് പേങ്ങൻ ചേട്ടനെ അവതരിപ്പിച്ചത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ പ്രതാപ് പോത്തൻ സാറിൻ്റെ അവസാന ചിത്രമായ ഹെർ എന്ന സിനിമ ഇന്ന് റിലീസായി. അതിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഞാൻ കൊടുത്തതാണ്. നമ്മുടെ പ്രതാപ് പോത്തൻ സാറിൻ്റെ അവസാനപ്പെട്ട